നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈമായി. നമസ്കാരം, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേരുകയാണ്. കൊച്ചി ചാപ്റ്റർ ഓക്കെ, ഞാനന്നേരം ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ട് ഒന്ന് വിട്ടു തരേണ്ടതാണ്. അങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പ്രീനമ പറഞ്ഞവരെ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് കൊച്ചി ചാപ്റ്ററാണ്. കൊച്ചി ചാപ്റ്ററിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വേദി നമ്മുടെ ചെയർമാനായ ജോസ് സാറിന് വിട്ടുകൊടുക്കുകയാണ്. ജോസ് സാർ, വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു നിഷ മാം. STP ഡയറക്ടർ അഷ്റഫ് സാറോട് സ്വാഗതം പറയണേ. അഷ്റഫ് സാറേ, മൈക്ക് ഓഫ് ആയി പോയി, സോറി. യെസ്, ഗുഡ് ഈവനിങ്, വാം വെൽക്കം ടു ഓൾ. വളരെ സ്നേഹം, സന്തോഷം. വളരുക, വളർത്തുക, ആനന്ദിക്കുക എന്ന പോസിറ്റീവ് കമ്മ്യൂണിന്റെ ആ ആപ്തവാക്യം അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം STP ഇങ്ങനെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം, ഈ മാസത്തെ പ്രോഗ്രാം ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. അപ്പോ അതിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവമായി ആദ്യമായി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വളരെ ചുരുങ്ങിയ വരികളിൽ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ പ്രസാദ് സാറ്, അതേപോലെ തന്നെ നമ്മോടൊപ്പം ഇപ്പോ ഉള്ള സ്റ്റേറ്റ് SDP ഡയറക്ടർ നിഷ മാം എന്നിവരെ രണ്ടുപേരെയും ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചാപ്റ്ററുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്, മറ്റ് ചാപ്റ്ററുകളിലെ STP ഡയറക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കൊച്ചിയുടെ ചാലക ശക്തിയായിട്ടുള്ള ഞങ്ങളുടെ കൊച്ചി ചാപ്റ്ററിന്റെ ചെയർമാൻ ജോസ് സാറുണ്ട്, ജ്യോതി മാം ഉണ്ട്, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രദീപ് സാറുണ്ട്, പ്രവീൺ സാറുണ്ട്. ഇവരെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിശിഷ്ട അതിഥി, ഈ പ്രോഗ്രാമിനെ സമ്പന്നമാക്കാൻ വേണ്ടി നമ്മോടൊപ്പം എത്തിയിട്ടുള്ള നമ്മുടെ ശ്രീമതി ഷബാസ് മാമിനെ പറ്റി കൃത്യമായിട്ട് തന്നെ പ്രീണമാം വിശദമാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ഷബാസ് മാമിനെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ കായിക രംഗത്തെ അഭിമാനമായിട്ടുള്ള ലിജിമാമാണ്. ലിജിമാമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം വരെ നിയന്ത്രിക്കുന്ന ഇനി ചെങ്കോല് കയ്യിൽ ഏന്താൻ വേണ്ടി പോകുന്ന പ്രീണമാമിനെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ ഔദ്യോഗികമായ ഉത്തരവാദിത്തോടെയും അങ്ങോട്ട് ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വിജയം ഈ പങ്കെടുക്കുന്ന മറ്റുള്ള പാർട്ടിസിപ്പൻസ് ആണ്. വളരെ സ്നേഹത്തോടെ എല്ലാ പ്രോഗ്രാമിലും കൃത്യമായി എത്തുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമുക്കിതിൽ തുടർച്ചയായി വളരുക, വളർത്തുക, വളരണം, വളർത്തണം, ആനന്ദിക്കണം. അത് തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചുരുങ്ങിയ ഈ ഒരു ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കുകയാണ്. പ്രീണമ. താങ്ക് യു അഷ്റഫ് സർ. അടുത്തതായി നമുക്ക് കൊച്ചി ചാപ്റ്ററിന്റെ ചെയർമാൻ ജോസ് തജിൽ സാറിനെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായും ഒരു 2 വാക്ക് സംസാരിക്കുന്നതിനായും ക്ഷണിക്കുന്നു. ജോസ് സാർ, പ്ലീസ്. താങ്ക് യു പ്രീണമ. സ്റ്റേറ്റ് STP ഡയറക്ടർ നിഷ മാം, അതുപോലെ പ്രസാദ് സാർ വൈസ് ചെയർമാൻ. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന STP ഡയറക്ടർ നമ്മുടെ പ്രിയങ്കരനായ അഷ്റഫ് സാർ, PD പ്രീണുമ, അതുപോലെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഷബാസ് മാഡം, നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ട്രഷററുണ്ട്, ജ്യോതി മാമുണ്ട്, അഡ്വക്കേറ്റ് പ്രവീൺ സാർ, PC കുടുംബാംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ളവരെ, വളരുക, വളർത്തുക, ആനന്ദിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് പോസിറ്റീവ് കമ്മ്യൂൺ. ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. നമ്മൾ മാസത്തിൽ ഇതുപോലെ ഒരു ഓൺലൈൻ, ഒരു ഓഫ്ലൈൻ, അതുപോലെ ഇഗ്നൈറ്റ് പോലുള്ള സോഷ്യൽ പരിപാടികൾ വേറെ ഉണ്ട്.
ഇത്തവണ നമുക്കൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ലേൺ ഫ്രം ലെജൻഡ് എന്ന ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഗത്ഭരായ ട്രെയിനേഴ്സിന്റെ ഒരു നവംബർ 11, 15 11 തൊട്ട് 15 വരെ 5 ദിവസം വൈകുന്നേരം 1 മണിക്കൂറുള്ള നല്ലൊരു പ്രോഗ്രാം ഉണ്ട്. അത് നിങ്ങൾക്ക് പോസിറ്റീവ് കമ്പനിയിലൂടെ അതിന് പൈസ അടച്ച് ചേരാവുന്നതാണ്. ചെറിയൊരു ഫീസ് അതിനകത്തുണ്ട്. നമ്മള് സ്വയം നമ്മൾ വളരുകയാണ്. ഓരോ പ്രോഗ്രാമുകളിലൂടെയും ഓരോ ട്രെയിനിങ്ങിലൂടെയും നാം ബെറ്റർ 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 ആൻഡ് ഓരോ നിമിഷവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നല്ല എനർജറ്റിക് ആയ അടിപൊളിയായ ഒരു ഷബാസ് മാഡത്തിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും മാഡത്തിനെ പരിചയപ്പെടുന്ന പ്രീണുമാർ, അതുകൊണ്ട് ഞാൻ അധികം പറയാനില്ല. പറഞ്ഞ പ്രീണുമാടത്തിന് അധികം പറയാൻ പറ്റില്ല. അപ്പൊ ഈ പരിപാടി നമ്മളുടെ ഇന്നത്തെ ഓൺലൈൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷവും ആനന്ദവും, നമ്മുടെ ലക്ഷ്യം തന്നെ എല്ലാവരും ആനന്ദം ഉണ്ടാവണം, അറിവ് നേടണം. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നു. നമ്മുടെ എല്ലാവിധ കൊച്ചി ചാപ്റ്ററിന്റെ സ്നേഹവും സന്തോഷവും എല്ലാവരും അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓർട്ടുപീഡി. താങ്ക് യു ജോസ് സാർ. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി, നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആയിട്ടുള്ള ഷബാസ് മാമിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യം എന്നിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, PCയുടെ മെമ്പറാണ് ഷബാസ് മാം. അപ്പോ അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഷബാസ് മാമിനെ അറിയാവുന്ന ആളാണ്. എങ്കിലും ഒരു ഔദ്യോഗികതയുടെ പേരിൽ ഞാൻ ഷബാസ് മാമിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയുകയാണ്. ഷബാസ് മാമിനെ ആദ്യം കാണുന്ന എല്ലാവർക്കും തന്നെ ഓർമ്മ വരുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത് ആ ചിരിക്കുന്ന ഒരു മുഖമാണ്. അപ്പോ നമ്മുടെ ഈ ഇന്നത്തെ ഫാക്കൽറ്റി ആകാനായിട്ട് ആദ്യം വേണ്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് കമ്മ്യൂണിലെ പോസിറ്റീവ് എനർജി മാമിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ആളാണ് ഷബാസ് മാം. പിന്നെ അതുപോലെ തന്നെ ഷബാസ് മാം പഴത്തോട്ടം സ്കൂളിലെ ഒരു ടീച്ചറാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഉള്ള കുറെ ഗുണങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മാമില് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ മാമിൽ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ജോസാറ് പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി ട്രെയിനറാണ് ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളർത്തുക, വളരുക, ആനന്ദിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരുവാനായിട്ട് കുറെ സ്കില്ലുകളൊക്കെ വേണം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഷബാസ് മാം ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ഒരു മെന്റൽ ബ്ലോക്കിനെ മാറ്റി നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് ഉയർന്നു വരാം, അതിനെക്കുറിച്ച് ഷബാസ് മാം ഇന്ന് നമുക്ക് എല്ലാവർക്കും നല്ല വൃത്തിയായി ക്ലാസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഷബാസ് മാം ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഷബാസ് മാം ഇപ്പൊ ഒരു PhD സ്കോളറാണ്. നമ്മൾ എപ്പോഴും വളരണമെങ്കിൽ നമ്മള് പഠിക്കുക തന്നെ വേണം. അല്ലെ, ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പം ഇനി എനിക്ക് പഠിക്കാനൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് എന്റെ മനസ്സിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഓടി വരുന്ന ഒരുപാട് പോസിറ്റീവ് കമ്മ്യൂണിലെ അംഗങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ പഠിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഷബാസ് മാം. പിന്നെ ഷബാസ് മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു NLP പ്രാക്ടീഷണർ ആണ്, മൈൻഡ് പവർ ട്രെയിനർ ആണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്, ഒരുപാട് വിഷയങ്ങളില് ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷബാസ് മാമിന്റെ ഒരു പൊൻതൂവലായിട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഷബാസ് മാം ഇന്ന് നമുക്ക് കിട്ടിയത് ഈ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഷബാസ് മാമിന്റെ വിലയേറിയ സമയം നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഷബാസ് മാമിനെ ഈ ഫ്ലോറിലേക്ക് സഹർഷം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. മാം പ്ലീസ്. താങ്ക് യു പ്രണമ. ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിച്ചതിന് ഒരുപാട് നന്ദി. അതുപോലെ എനിക്ക് ഇന്നൊരു അവസരം നൽകിയ പോസിറ്റീവ് കമ്മ്യൂൺ SDP ചെയർമാൻ നിഷ മാം, അതുപോലെ അഷ്റഫ് സാറ്, നമ്മുടെ ചാപ്റ്റർ ചെയർമാൻ ജോസ് സാറ്, അതുപോലെ പോസിറ്റീവ് കമ്മ്യൂണിലെ ഓരോ അംഗങ്ങളും ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. തുടക്കത്തിൽ തന്നെ എൻ്റെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ, ലോ ബാൻഡ്വിഡ്ത്ത് എന്ന് കാണിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ തോന്നി.
പക്ഷെ ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിലേക്ക് കടന്നപ്പോ ആ ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോ ഇതിനെല്ലാം നമുക്ക് ഈ ഒരു സായം സന്ധ്യയില് ഈ ഒരു വൈകുന്നേരത്ത് എല്ലാവർക്കും ഒത്തുകൂടി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു പ്രശ്നങ്ങളുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ സർവേശ്വരന്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ, അതിൽ എനിക്ക് സംസാരിക്കാനും എല്ലാം സാധിച്ചതിന് സർവേശ്വരനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവർ തന്നെയാണ്. ഇപ്പൊ പുതിയൊരു തുടക്കത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ ചെറിയൊരു കഥയിലൂടെ തുടങ്ങാം. കുറച്ചാടെ വെച്ചാ കഴിച്ചു കഴിഞ്ഞിട്ട് തിന്നാ. ആംസ്റ്റർഡാം റെയിൽവേ സ്റ്റേഷനില് ഒരു യാചകൻ, ആ റെയിൽവേ സ്റ്റേഷനിൽ എന്നും ഇരിക്കുന്ന ഒരു യാചകൻ ഉണ്ട്. അപ്പോ ഈ യാചകൻ ഇവിടെ നിന്ന് കിട്ടുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന പണം അതൊക്കെ സ്വരുക്കൂട്ടിയാണ് അയാൾ ജീവിച്ചു പോകുന്നത്. ഒരു ദിവസം ഒരു പ്രഭാതത്തില് ഒരു കുട്ടി അച്ഛനും അമ്മയ്ക്കും ഒപ്പം ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ഈ യാചകന് ഒരു പൂ നൽകുകയും ചെയ്തു. ഒരു നല്ല ചുവന്ന റോസാ പുഷ്പം. അപ്പൊ ഇദ്ദേഹം ഒന്ന് ആ യാചകൻ ഒന്ന് അന്താളിച്ചിട്ട് നോക്കി. സാധാരണ എല്ലാവരും കൊണ്ടുവന്ന് കൈ നീട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലും നാണയത്തുട്ടുകളാണ് ഇടുന്നത്. പകരം ഇന്നത്തെ ദിവസം ഒരു പ്രഭാതത്തിൽ തന്നെ ഒരു റോസാ പുഷ്പം കിട്ടിയപ്പോൾ അദ്ദേഹം ആ യാചകൻ അമ്പരന്ന് പോയി. എന്താണ് സംഭവം എന്ന്. അപ്പൊ കൊച്ചിന്റെ നേരെ നോക്കി, എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കി. അപ്പൊ കൊച്ചു പറഞ്ഞു, അങ്കിളെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഞാൻ ബർത്ത്ഡേ ആയിട്ട് എല്ലാവർക്കും ഓരോ റോസാ പുഷ്പങ്ങൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറു പുഞ്ചിരിയോടെ ആ അങ്കിളെ എന്നുള്ള ഒരു വിളി അത് കൊടുത്തപ്പോ ആ കിട്ടിയ ഒരു സ്നേഹം, അത് ആ യാചകന് വളരെ വലിയ ഒരു വിലയായിട്ട് തോന്നി. ആ ദിവസം മുഴുവൻ ആ ഒരു പ്രസരിപ്പിൽ അദ്ദേഹത്തിന് ആ യാചകന് ഇരിക്കാൻ സാധിച്ചു. അപ്പൊ യാചകൻ കുറച്ചു കഴിഞ്ഞൊരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ഒരു പൂവും പിടിച്ച് ഒന്ന് അതിലൂടെ നടന്നപ്പോ മറ്റൊരു കുട്ടി വന്നിട്ട് ഈ യാചകനോട് ചോദിച്ചു, അങ്കിളെ കയ്യിലിരിക്കുന്ന പൂവ് എനിക്ക് തരും. അപ്പോ വീണ്ടും അങ്കിളെ എന്നുള്ള ഒരു വിളി. എല്ലാവരും വെറുപ്പോടെയും ഇപ്പൊ പൈസ ചോദിക്കുമ്പോഴാണെങ്കിലും ഒരു ചിരി സമ്മാനിക്കാതെയൊക്കെയാണ് പലരും ഈ ഒരു നാണയം ചോദിച്ചല്ലോ എന്തെങ്കിലും കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് നാണയത്തൊട്ട് കൊടുത്തിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ രാവിലെ തന്നെ ചോദിക്കാതെ ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു കുട്ടി കൊണ്ടുവന്ന് തന്ന റോസാ പുഷ്പം കുടിക്കാനായി മറ്റൊരു അങ്കിളെന്ന് ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ദിവസം മുഴുവൻ ഈ ഒരു കാര്യം ഇയാളിൽ ഇങ്ങനെ അലയടിച്ചു. ആൾക്ക് ഭയങ്കര സന്തോഷം. വൈകുന്നേരമായിട്ട് എന്നും പോലെ കുടിലേക്ക് പോയി. പിറ്റേ ദിവസം അയാൾക്കൊരു മാറ്റം ഉണ്ടായി. ആള് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് റോസാ പുഷ്പങ്ങളുമായിട്ട് വന്ന് ആ സ്റ്റേഷനിലുള്ള ഓരോരുത്തർക്കും റോസാ പുഷ്പങ്ങൾ സമ്മാനിച്ചു. അപ്പോ ഈ റോസാ പുഷ്പങ്ങൾ കൊടുക്കുമ്പോൾ ഓരോരുത്തരും തിരിച്ച് പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അത് വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുകയാണ് യാചകൻ. അപ്പോ 2 ദിവസം ഇങ്ങനെ ചെയ്തപ്പോ 3-ാമത്തെ ദിവസം മറ്റുള്ളവർ ചോദിച്ചു, ഈ യാചകനിൽ വന്ന മാറ്റം, അവിടെ സ്ഥിരമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ യാചകനിൽ വന്ന മാറ്റം അവർക്ക് മനസ്സിലായി. അപ്പൊ അതിലൊരു യുവതി ഈ യാചകനോട് പറഞ്ഞു, ഈ പൂ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത്, നിങ്ങൾ എന്തെങ്കിലും പകരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, എന്നിട്ട് നൽകുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ യാചകൻ ഒരു പൂ വിൽപ്പനക്കാരനായി മാറുകയാണ്. ആദ്യമായി ആ കുട്ടി കൊണ്ടുപോയി സമ്മാനിച്ച ആ ഒരു പുഷ്പം, ആ ഒരു ചിരി, ആ ചിരിയിൽ നിന്നാണ് ആ യാചകന്റെ ജീവിതം മാറി മറിഞ്ഞത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കഥയാണ്. ആ കുട്ടിയുടെ ചിരിയിൽ നിന്ന് ആ യാചകന് മാറ്റം വന്നു. അതുപോലെ പലപ്പോഴും നമുക്ക് നെഗറ്റീവായി മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. നമുക്ക് നെഗറ്റീവായിട്ട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലർ പറയുന്ന വാക്കുകൾ, ചിലരുടെ പ്രവൃത്തികൾ, അത് നമ്മളെ ഒരുപാട് മുറിവേൽപ്പിക്കും. ഈ ഒരു പുഞ്ചിരി ഒരു വിൽപ്പനക്കാരനിലേക്ക് മാറാൻ യാചകനെ സ്വാധീനിച്ചതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോയിട്ടുള്ള പല ചിന്തകൾ, ഇത് നമ്മളെ പലതിൽ നിന്നും പിന്തിരിക്കാറുണ്ട്.
ഈ ഒരു യാചകനുണ്ടായ ട്രാൻസ്ഫോർമേഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും പല നെഗറ്റീവ് ഇൻസിഡൻസും നെഗറ്റീവായ രീതിയിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, അതായത് നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ആരെങ്കിലും ഒന്ന്, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഹലോ, വോയിസ് ക്ലിയർ ആണ് മാഡം. നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോ, ഞാൻ മാത്രം സംസാരിക്കുന്നതല്ലല്ലോ അതിലെ കാര്യം. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ്, അതിനുശേഷം നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ഒന്ന് ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്യുക. അനിൽകുമാർ സർ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നുണ്ടോ? ക്ലിയർ അല്ലല്ലോ. നിങ്ങളിൽ നിന്നുള്ള ഓരോ ഇന്ററാക്ഷൻസ് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ സാർ. പ്രദീപ് സാർ. ഞാന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ട്. പ്രദീപ് സാർ പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ 5ാം ക്ലാസ് മുതൽ ഞാൻ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. അപ്പോ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് സബ് ജില്ലാ കലോത്സവത്തിന് എന്നെ മത്സരത്തിന് കൊണ്ടുപോയി. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വരച്ചുകൊണ്ടിരുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്യാം. അപ്പോ അവിടെ ചെന്ന് പടം വരച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, 5 പേരേ ഉള്ളൂ, അപ്പൊ പ്രദീപ് എന്തായാലും നിനക്ക് സമ്മാനം കിട്ടും, നന്നായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് 3rd ആണ് കിട്ടിയത്, 3rd പൊസിഷൻ കിട്ടി. അപ്പൊ സിസ്റ്റർ സമ്മാനമൊക്കെ കഴിഞ്ഞ് പോകാൻ സമയത്ത് ഒരു ചോക്ക് എടുത്തിട്ട് ഒറ്റ കിഴുക്കാണ്. 5 പേരുണ്ടായിട്ട് നിനക്ക് 3ാം സ്ഥാനം കിട്ടിയുള്ളത് പറഞ്ഞിട്ട് ഒറ്റ കിഴുക. അതിന്റെ കണ്ണിന് പൊന്നിച്ച് പറന്നുപോയി. അതിനുശേഷം ജീവിതത്തിൽ ഇതുവരെ ഞാൻ പിന്നീട് പടം വരച്ചിട്ടില്ല. അത് അവിടെ വെച്ച് ഉപയോഗിച്ചു. താങ്ക് യു പ്രദീപ് സാർ. പ്രദീപ് സാറിന്റെ ഒരു സങ്കടമാണ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തത്. അതായത് ചെറുപ്പത്തിൽ വളരെ പ്രതീക്ഷയോട് പോയി ഒരു പടം വരയ്ക്കുകയും തന്നെ പഠിപ്പിക്കുന്ന സിസ്റ്റർ ഒരു ചോക്ക് വെച്ച് തലക്ക് കിഴുക്കി. ആ ഒരു ഇൻസിഡന്റിന് ശേഷം സാറ് ഇന്നും പടം വരച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് അത് നമ്മളെ പലപ്പോഴും പുറകോട്ട് വലിക്കാം. ചിലപ്പോ അന്ന് ആ സമയത്ത് പ്രദീപ് സാറിന് നല്ല രീതിയിൽ പടം വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള നോളജോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോവുകയോ, ആ സാഹചര്യങ്ങൾ, പല കാര്യങ്ങൾ ആ ഒരു പ്രൈസിനെ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു സമയത്ത് ഇതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ശേഷം പ്രദീപ് സാർ തന്നെ വരച്ചാൽ അവിടെ ഫസ്റ്റ് ചിലപ്പോൾ ആകുന്നത് പ്രദീപ് സാർ ആയിരിക്കും. പക്ഷെ അന്നുണ്ടായ ആ ഒരു ഇൻസിഡന്റ് അതിനുശേഷം വരച്ചിട്ടില്ല. അപ്പോ എന്നിൽ കഴിവുണ്ടോ എന്ന് തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോയി ആ ഒറ്റ ഒരു ഇൻസിഡന്റോട് കൂടി. അപ്പൊ ഇതുപോലുള്ള പല മെന്റൽ ബ്ലോക്സും നമുക്കുണ്ട്. അപ്പൊ അതേക്കുറിച്ചാണ് നമുക്കിന്ന് ട്രോമ. ഇപ്പോ നമ്മുടെ പ്രദീപ് സാറ് പറഞ്ഞത് പ്രദീപ് സാറിന്റെ ലൈഫിലെ കുഞ്ഞു കാലത്തിലെ ഒരു ട്രോമയാണ്. ഈ ട്രോമകള് നമ്മളെ മുന്നോട്ടുള്ള വഴിയെ പിറകോട്ട് വലിച്ചു. പ്രദീപ് സാർ ചിലപ്പോ വലിയൊരു ചിത്രകാരനാവേണ്ട ആളായിരിക്കാം, അവിടെ നടന്നില്ല. ആ ചെറുപ്പത്തിലെ ആ ഒരു ട്രോമ ആ ചിത്രകാരനിൽ നിന്നും ആ സാറിനെ പിറകോട്ട് വലിച്ചു. നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള ട്രോമാസ് ഒരുപാടുണ്ടാകാം. ഈ ട്രോമയെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും അന്ന് ആ 3ാം സ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ്
പോയത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് റീഫ്രെയിം ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു വർക്ക് ചെയ്ത് നോക്കി അതിൽ നമുക്ക് ടാലന്റ് ഉണ്ടോ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ടാലന്റ് ആണ്. നമ്മൾക്ക് അതിൽ ടാലന്റ് ഉണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. പ്രദീപ് സാർ അതിനെ വീണ്ടും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്താ പറയൂ, ഞാൻ അതിനു മുമ്പ് വീട്ടിൽ പടം വരയ്ക്കുമായിരുന്നു, ജനലിലൊക്കെ പടം വരയ്ക്കുമായിരുന്നു, പെയിന്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്റെ പടം ചിത്രരചന കാണാൻ വേണ്ടി അടുത്ത വീട്ടിലെ കുട്ടികളും ഒക്കെ വരുമായിരുന്നു. അതിൽ എൻ്റെ ഒരു അമ്മായിയുടെ മകൻ അത് കണ്ട് വരച്ച് അവനിപ്പോ നല്ലൊരു ചിത്രകാരനാണ്. ഞാൻ പക്ഷേ ഈ ഇൻസിഡന്റിന് ശേഷം പടം വരച്ചിട്ടില്ല. ഒത്തിരി പടം അതിന് മുമ്പ് വരയ്ക്കുമായിരുന്നു. താങ്ക് യു പ്രദീപ് സാർ. എനിക്കപ്പോ സാറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് സാറിന് വരയ്ക്കാൻ കഴിവുള്ള സ്കില്ലുള്ള ആളാണ്. പക്ഷെ ഇപ്പോ അത് ചെയ്യാതായി പോവുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് സ്കില്ലില്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് സാറിന് നല്ല സ്കില്ലുണ്ട്. പക്ഷെ ആ ഒരൊറ്റ ട്രോമ ആ സ്കില്ലിൽ നിന്ന് പുറകോട്ട് വലിക്കുകയാണ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രദീപ് സാറിന്റെ വിഷയത്തിലേക്ക് വരാം. അതായത് ഒരു ഒരാളുടെ വീട് ഒരു കാടിന്റെ താഴ്വരയിലായിരുന്നു. അപ്പോ അയാളുടെ പേര് സോമൻ എന്നാണ്. അയാള് ജോലിക്ക് പോകുന്നത് ഈ കാട് കടന്ന് അപ്പുറം പോയാണ് ജോലിക്ക് പോകുന്നത്. പക്ഷെ ഈ കാടിന്റെ ഒരു സൈഡ് ഫുൾ വലിയ ഗർത്തം പോലെയുള്ള ഒരു ഏരിയയാണ്, ഒരു കിടങ്ങാണ്. അപ്പോൾ ഇയാളെന്നും ഈ കാട്ടിലൂടെ അപ്പുറം പോകും, തിരിച്ചു വരും. പക്ഷെ ഈ കിടങ്ങിന്റെ ഭാഗത്തേക്ക് ആരും പോകാറില്ല. കാരണം വലിയ കിടങ്ങായതുകൊണ്ട് ആ നാട്ടുകാർക്കൊക്കെ അറിയാം അതൊരു വലിയ കിടങ്ങാണെന്നുള്ള കാര്യവും ഒക്കെ അറിയാം. അപ്പൊ ആരും ആ ഏരിയയിലേക്ക് പോകാറില്ല. ഈ സോമൻ ഒരു ദിവസം പണി കഴിഞ്ഞ് തിരിച്ചു വരാൻ കുറച്ചു വൈകി കഴിഞ്ഞപ്പോ ഇത് കൊടും കാടായതുകൊണ്ട് ഒരുപാട് വൈകിട്ടുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. കാടിന്റെ രാത്രി ആർക്കും അങ്ങ് പോരാൻ പറ്റാത്ത അത്ര വലിയൊരു കാടാണ്. അപ്പോ ആ വെളിച്ചം മാറുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആള് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്ത് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് പോന്നപ്പോ അവിടെ ഒരു വള്ളി ഉണ്ടായിരുന്നു. ഈ വേഗത കൂടിയപ്പോൾ വള്ളി കാണാതെ ഈ വള്ളിയിൽ കാല് വഴുതി ഇത് തെറിച്ച് വീണപ്പോ ഉരുണ്ടുപോയി ഈ കിടങ്ങിലൂടെ താഴേക്ക് പോന്നു. താഴേക്ക് പോന്നപ്പോ ഇത് വലിയ അഗാധമായ കിടങ്ങാന്നുള്ള കാര്യം കാരണം സോമന് അറിയാം. പക്ഷെ ഇതിന്റെ താഴെ എന്താണെന്നുള്ള കാര്യവും അതേക്കുറിച്ചൊന്നും ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. ഈ കിടങ്ങിന്റെ ഏരിയയിലേക്ക് ആരും തന്നെ പോകാറില്ല. അപ്പോ അവിടെ കിട്ടിയ ഒരു വള്ളിപ്പടപ്പില് പിടിച്ച് നിന്നു. പക്ഷെ ആ ഏരിയയിലൂടെ രാത്രിയായ ആരും വരാറില്ല. അതിനു മുമ്പ് ഇതുപോലെ വളരെ കുറഞ്ഞ ആളുകൾ അതിൽ പോയാലോ ഉള്ളൂ. വീണപ്പോ തന്നെ ഉറക്കെ നിലവിളിച്ചു, എന്നെ രക്ഷിക്കാൻ പറഞ്ഞു ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അവിടെ ആരും ഇല്ല, പിന്നെ കേൾക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ വള്ളിപ്പടപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്നു. കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോ ഈ സോമൻ അവിടെ നിന്ന് ദൈവത്തെ വിളിച്ചു. ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്ക്, എന്റെ വീട്ടിൽ ചെല്ലണം, എന്റെ മക്കൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിച്ചു. രാത്രിയായപ്പോ കൊടും കാടായതുകൊണ്ട് തണുപ്പ് കൂടി വരുന്നു. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിച്ചു. അപ്പൊ ഒരു അശരീരി കേൾക്കുന്നുണ്ട്, നിന്റെ കൈകൾ വിടൂ. പക്ഷേ സോമൻ അറിയാം ഇത് വലിയൊരു കിടങ്ങാണെന്ന് അറിയാം. അതുകൊണ്ട് കൈ വിടാൻ ആള് തയ്യാറായില്ല. അതിൽ കെട്ടിത്തൂങ്ങി ഇങ്ങനെ ആ ഉരുണ്ട് വന്ന് താഴെ വീണപ്പോ പിടികിട്ടിയ ആ വള്ളിയിൽ കെട്ടിത്തൂങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. സമയം ഇങ്ങനെ അധികരിച്ചു വന്നതോടുകൂടി തണുപ്പ് ശക്തിയായി, ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയി. ആ നല്ല തണുപ്പില് തണുത്ത് മരവിക്കുകയാണ്. പിന്നീട് കുറച്ചു നേരമൊക്കെ കരഞ്ഞു. പക്ഷെ പിന്നീട് കരയാനുള്ള ഒരു ശക്തി പോലും ഇല്ലാതെ ഈ വള്ളിപ്പടപ്പില് പിടിച്ച് അവിടെ ഇങ്ങനെ കിടന്നു. തണുപ്പിന്റെ ശക്തി കൂടി വന്നു. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോ ഈ കിടങ്ങിന്റെ ഏറ്റവും താഴെയുള്ളത് ഒരു കുറച്ച് ഗുരുക്കന്മാര് താമസിക്കുന്ന ഒരു ആശ്രമമൊക്കെ ഉള്ള, അതായത് കാടിന്റെ നടുവിലായിട്ട് ചെറിയ രീതിയിൽ, അത്ര വലിയ കാടല്ലാത്ത ആ ഒരു ഏരിയയിൽ കുറച്ച്
സന്യാസി ഗുരുക്കന്മാര് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവര് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് 2 ആൾ പൊക്കത്തില് ഒരാള് ഒരു വള്ളിപ്പടമ്പിൽ പിടിച്ചു കിടന്ന് മരിച്ചിങ്ങനെ മരവിച്ച് കിടക്കുന്നതായിട്ടാണ്. ആ ഒരു നിമിഷം കൈവിട്ടായിരുന്നു എങ്കിൽ ഈ ഗ്രാമത്തിൽ എത്തിപ്പെടുകയും ആൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാമായിരുന്നു. പക്ഷെ ആ കിട്ടിയ അശരീരി പോലും ഇത്രയും വലിയ അഗാധമായ ഗർത്തമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആൾക്ക് വിടാനുള്ള ഒരു പേടി. പക്ഷെ അതിനു മുന്നേ ആൾ ഒരുപാട് താഴേക്ക് വന്നായിരുന്നു. ഒന്ന് കൈ വിട്ടിരുന്നെങ്കിൽ താഴെ എത്തുമായിരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ. അത് നമ്മൾ വിട്ട് കളഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് എത്താം. നമ്മൾ ഇതുപോലാണ് ആ വള്ളിയില് പിടിച്ചു കിടക്കുന്നത് പോലെ അവിടെ നമ്മൾ പിടിച്ച് നിൽക്കുകയാണ്. അന്ന് ആ ഒരു കിഴുക്ക് കിട്ടിയപ്പോ പ്രദീപ് സാറ് മറന്നു. പിന്നീട് കാരണം സാറ് ഓർമ്മിക്കണമായിരുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് വളരെ വികാരമായി പറഞ്ഞു, എന്റെ ചിത്രങ്ങൾ കാണാൻ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് വരാറുണ്ടായിരുന്നു. അപ്പൊ അത്രയും നല്ലതാണ് ആ ഒരു സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട എന്തെങ്കിലും ഒരു പോരായ്മയായിരിക്കും ഇതിൽ നിന്ന് എന്നെ 3-ാം സ്ഥാനത്തിലേക്ക് തഴഞ്ഞത് എന്നൊരു തോന്നൽ. അതുപോലെ നമുക്ക് സൈക്കോളജിക്കലി ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ട്രോമകള് ഹീൽ ചെയ്ത് കളയാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു കാരണമാണ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ആ കാരണത്തെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. പ്രദീപ് സാർ ചെയ്യേണ്ടത് നാളെ മുതല് നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിൽ തന്നെ ഒരു പടം വരച്ചിട്ടിടുക. അപ്പൊ ഞങ്ങളൊക്കെ സാറിനെ അതിന് പാടി പുകഴ്ത്താനുണ്ടാകും. ഇപ്പോൾ തന്നെ സാറിന് പുതിയൊരു ഇൻസ്പിറേഷൻ കിട്ടുകയാണ്. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളിലൊക്കെ ഇത് ചെയ്യാൻ സാർ ആലോചിക്കുക. അന്ന് എന്തോ ഇതാണ് സാറിന് തന്നെ മനസ്സിലുണ്ട് ഒരു ഇൻസിഡന്റ്. എന്റെ ഈ പടം കാണാൻ മറ്റു കുട്ടികൾ വരാറുണ്ടായിരുന്നു. അപ്പൊ കാലം ഒരുപാട് വന്നിരിക്കുന്നു ഇങ്ങോട്ട്. അപ്പൊ ഈ കാലം ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു 10 വർഷത്തേക്ക് കടമെടുക്കുന്നത് പോലെയാണ്. കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ 10 വർഷം കൊണ്ട് കുറച്ച് നമ്മൾ ആ കടം വീട്ടി അവസാനം നമുക്ക് എന്തെങ്കിലും പിന്നീട് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു അതായത് എന്തെങ്കിലും ഒരു സാധനം ലോൺ എടുത്തൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതലാകണമെങ്കിൽ ഈ ഓരോ കടങ്ങളും വീട്ടി അവസാന നിമിഷമായിരിക്കും ആ ഒരു വസ്തു നമ്മുടേതായി മാറുന്നത്. അതായത് ഇപ്പൊ സാറിന് കാലത്തുണ്ടായ ഒരു ട്രോമയാണ്. ഇത് വർഷങ്ങൾ ഇങ്ങ് കഴിഞ്ഞു പോന്നു. അപ്പോ ആ സാറ് ഈ ഒരു കാര്യം ഈ ഒരു സ്കില്ല് ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോ അതിന്റെ കഴിവ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് സാധിക്കും. നമ്മൾ വീണ്ടും അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ട്രോമാസ് നമ്മളെ പുറകോട്ട് പല കാര്യങ്ങളെയും ഒരുപാട് വലിക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രോമാസിനെ നല്ല രീതിയിൽ ഹീൽ ചെയ്തിട്ട് അതിനെ പൊരുതി നമ്മൾ വിജയിക്കണം. അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ. ഒരു ഫിയർ ഓഫ് ഫെയിലിയറിൽ എന്നാണ് നമ്മുടെ ഈ സാറിനൊരു ട്രോമ ഉണ്ടായിരിക്കുന്നത് അല്ലെ. നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ വരുമ്പോൾ ആ പരാജയ ഭീതി, ഞാൻ ഇനി ചെയ്താൽ വീണ്ടും തോൽക്കുമോ എന്നുള്ളൊരു പേടി നമ്മളെ പുറകോട്ട് വലിക്കും. നമുക്ക് പരാജയ ഭീതി ഉള്ളവര് ആ ഒരു പരാജയ ഭീതി കാരണം പല കാര്യങ്ങളും ചെയ്യാതെ നമ്മൾ ഇമ്മൊബൈലൈസ് ആയി പോകും. അതായത് നമ്മൾ അനക്കമില്ലാത്തവർ ചലനമില്ലാത്തവരാക്കി മാറ്റാൻ ഈ ഫിയർ ഓഫ് ഫെയിലിയറിന് സാധിക്കും. ഫിയർ ഓഫ് ഫെയിലിയർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് വിജയിക്കാൻ. അതായത് നമ്മുടെ സമൂഹത്തിൽ സക്സസ് ആയ ആരും പരാജയം അറിയാത്തവരല്ല. ഓരോ പരാജയത്തിൽ നിന്നുമാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. ഏതൊരാളാവട്ടെ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് 2 റിസൾട്ട് വരുന്നത്. ഒന്നല്ലെങ്കിൽ പരാജയം അല്ലെങ്കിൽ വിജയം. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോ ആ സമയത്ത് നമുക്ക് ഫെയിലിയർ വരാം. ഇനി അടുപ്പിച്ചുള്ള ഫെയിലിയർ ചിലപ്പോ നമ്മളെ എന്താണ് വളരെ ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കാൻ കാരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടാസ്കുകൾ നമ്മുടെ ഗോള് നമ്മൾ ചെറിയതാക്കി മാറ്റി ആ ഒരു ചെറിയത് ചെയ്യുക. അപ്പൊ ആ ഓരോ ചെറുതിൽ നിന്നും നമുക്ക് ഓരോ സക്സസ് കിട്ടുമ്പോൾ
ആ സക്സസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നല്ല രീതിയിൽ ആസ്വദിക്കുക അല്ലെങ്കിൽ ആഘോഷിക്കുക. അപ്പോൾ ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള ആ ഒരു ഏറ്റവും വലിയൊരു മെന്റൽ ബ്ലോക്കിനെ നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയറിന് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ സക്സസ് നേടുക. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു വലിയ മെന്റൽ ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം. നമ്മൾ പറഞ്ഞു ഫിയർ ഓഫ് ഫെയിലിയർ നമ്മളെ പലതിൽ നിന്നും പിന്നോട്ട് വലിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സക്സസ് ആവുന്നതും നമുക്ക് പല പേടിയാണ്. അതായത് സക്സസ് ആയാൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം അല്ലെ. നമ്മുടെ ഇപ്പൊ ഒരുപാട് ഉറങ്ങുന്ന ആളാണെങ്കിൽ പുതിയൊരു സക്സസ് ആയി പുതിയൊരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ഭാരം കൂടാം, അതുപോലെ നമ്മുടെ ഉറങ്ങാനുള്ള ടൈം കുറയാം. നമ്മൾ വളരെ ലേസ്നെസ് ആയിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പോ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, പല ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കാതെ ഇത് ഏറ്റെടുത്താൽ പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല് വരും, നമ്മൾ പലതും ചെയ്യാതെ. അപ്പൊ ഇതും ഒരു മെന്റൽ ബ്ലോക്ക് തന്നെയാണ്. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വരും, ഡ്യൂട്ടീസ് വരും. ഇതെല്ലാം നമ്മളെ ചിലപ്പോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിറകോട്ട് വലിക്കാം. അപ്പോ സക്സസ് ആവുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക അംഗീകാരം, മറ്റുള്ളവരിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കും. ആ അംഗീകാരം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആക്കും. നമ്മൾ ഒരു ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം, നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കംഫർട്ട് സോൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ മടിയാണ്. സക്സസ് ആകുമ്പോൾ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. സക്സസ് ആകാതിരിക്കുവാണെങ്കിൽ നമുക്ക് കംഫർട്ട് സോണിനുള്ളിൽ തന്നെ ഇരിക്കാമല്ലോ, എളുപ്പവഴി. ഈ എളുപ്പവഴി ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഓർ റിജക്ഷൻ. ഞാനൊരു കാര്യം ചെയ്തു, ആളുകൾ എന്തായിരിക്കും എന്നെ കുറിച്ച് കരുതുന്നത്, വേണ്ടായിരുന്നു അത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ അവർക്ക് ഇതിൽ തന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു ട്രോമ ഞാനുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഇനി ഞാനിത് ട്രോമ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരെ ഞാൻ കയറി പറഞ്ഞാൽ എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്. ചിലർക്ക് മനസ്സിൽ പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മറ്റുള്ളവർ എന്നെ എന്ത് രീതിയിൽ ജഡ്ജ് ചെയ്യും, ഇനിയിപ്പൊ എന്റെ ഇഷ്യൂ ഇത്തിരി വലുതാണെങ്കിൽ ഇനി അവർ ആ ഒരു രീതിയിൽ എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം. പല കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് വലിക്കും. അതായത് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഈ ഒരു കാരണം കൊണ്ട് ഞാൻ റിജക്റ്റ് ആവുമോ എന്നുള്ളൊരു പേടി, ഇതും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ, അതായത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ അടുത്ത വീട്ടില് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും അല്ലെങ്കിൽ വേണ്ട, ഞാൻ എല്ലാവരും ഒരു രീതിയിൽ പോകുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി ഡൈവേർട്ടായി വേറെ രീതിയിൽ പോയാൽ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എന്നെ പുറത്താക്കുമോ എന്നുള്ളൊരു തോന്നും. എല്ലാവരും ഈവനിങ്ങില് ചിലം പറഞ്ഞ് ചിലപ്പോ ഒരിടത്ത് കൂടുന്നുണ്ടാവും. ആ സമയം നമ്മൾ നമ്മുടെ ചിലപ്പോ സ്കിൽ ഇംപ്രൂവ്മെന്റിനോ മറ്റു കാര്യങ്ങൾക്കോ യൂസ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട്സ് നമ്മളെ അവോയ്ഡ് ചെയ്യും. കാരണം അവർ ആ ഹാപ്പിനെസ്സിൽ കണ്ടെത്തുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നില്ല എന്നുള്ള ഒരു റീസൺ കൊണ്ട് ചിലപ്പോൾ എന്നെ അവർ അവോയ്ഡ് ചെയ്താലോ റിജക്റ്റ് ചെയ്താലോ എന്നുള്ള ഒരു ടെൻഷൻ. അപ്പോൾ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ റിജക്റ്റ് ചെയ്യും എന്നുള്ള തോന്നൽ, ആ തോന്നൽ നമ്മളെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തടസ്സപ്പെടുത്തുന്നു. അവിടെയും നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സക്സസ് ആയി നമ്മളൊരു നല്ല പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ ജഡ്ജ് ചെയ്തവർ തിരിച്ചു പറയും, ഞാൻ അന്നേ പറഞ്ഞതാ ആള് സക്സസ് ആവുന്നു. സക്സസ് ആവുന്നത് വരെ നമ്മളെ കുറിച്ച് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയും, പക്ഷെ സക്സസ് ആയി കഴിയുമ്പോൾ നമ്മള് പലരും പറയുന്നതാണ്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇയാള് സക്സസ് ആവും. നമ്മളെ ജഡ്ജ് ചെയ്ത ആദ്യം നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്തവര് നേരി അവരുടെ വാക്കുകൾ മാറ്റി പറയാൻ തയ്യാറാണ്. അതുപോലെ റിജക്റ്റ് ചെയ്തവര് നമ്മളെ അവരുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആക്കാൻ വേണ്ടിയിട്ട് അവര് വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കും. അപ്പോൾ
ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് റിജക്ഷന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും നമ്മളൊരു മുന്നോട്ട് പോകുന്നതിന് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറകോട്ട് വലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്ത് വരേണ്ടത്. അടുത്തത് നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷനിസം. എല്ലാവരും ഇത് കേട്ട് കേട്ട് മൈൻഡ് മൊത്തം ബ്ലോക്ക് ആയേക്കാണ് അല്ലേ? അപ്പൊ ഈ മൈൻഡിലെ ബ്ലോക്ക് നമുക്ക് ഫിസിക്കൽ ആയിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. ഇപ്പോ കുറെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ഇനി അടുത്തത് കേറുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. നിങ്ങളുടെ കൈകൾ എല്ലാവരുടെയും ഇങ്ങനെ ജസ്റ്റ് വെക്കുക. ദെൻ നിങ്ങളുടെ ഒരു ഹാൻഡ് രണ്ട് രീതിയിലേക്ക് മാറ്റുമ്പോൾ നെക്സ്റ്റ് ഈ ഒരു ഹാൻഡ് ഒരു നെക്സ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. ദെൻ ഇത് രണ്ട് ഡയറക്ഷൻ. നമ്മൾ ഒരു കൈ രണ്ട് ഡയറക്ഷനിലേക്ക് മാറ്റുക, ഒരു കൈ ഒരു ഡയറക്ഷനിലേക്ക് മാറ്റുക. ക്ലിയർ ആയ? ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാം. നിങ്ങളുടെ ഫിസിക്കൽ ബ്ലോക്ക്, നമുക്കുണ്ടാകുന്ന ബ്ലോക്കുകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ബ്ലോക്ക് നമ്മൾ കുറെ നേരമായിട്ട് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് മൂവ് ചെയ്യണ്ടേ മുന്നോട്ട്. അതിനു വേണ്ടി നിങ്ങളുടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു ഹാൻഡ് രണ്ട് സൈഡിലേക്ക് തിരിക്കുക. ദെൻ ഒരു വൺ സൈഡ് തിരിച്ചു. ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഒന്നെല്ലാവരും ഒന്ന് ചെയ്തേ. നിങ്ങളുടെ ഫിസിക്കൽ ബ്ലോക്ക് ഒന്ന് മാറട്ടെ. അപ്പൊ തന്നെ മെന്റൽ ബ്ലോക്കും മാറി. ക്ലിയർ ആയില്ലേ? നമ്മൾ ആദ്യം രണ്ട് ഡയറക്ഷനിലേക്ക് മാറ്റി, ഒരു ഡയറക്ഷൻ. ദെൻ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ളവരുണ്ടാവും. അവർ ലെഫ്റ്റ് ഹാൻഡുകാർക്ക് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുമ്പോഴും റൈറ്റ് ഹാൻഡുകാർക്ക് അവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ്. ആദ്യം പറഞ്ഞ ഞാൻ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ടു ഡയറക്ഷനിലും മാറ്റാൻ പറഞ്ഞ, ഇത് നേരെ തിരിച്ച് ലെഫ്റ്റ് ഹാൻഡ് ടു ഡയറക്ഷനിൽ മാറ്റുക, അപ്പൊ റൈറ്റ് ഹാൻഡ് വൺ ഡയറക്ഷൻ. ഓക്കെ, ഒന്ന് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫിസിക്കൽ ബ്ലോക്ക്, നിങ്ങളൊന്ന് ബോഡി മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ബ്ലോക്ക് മാറിക്കിട്ടും. എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കുറച്ചു പേരാണ് വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. ഇത് തന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കി. എല്ലാവരുടെ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ. അപ്പോ ഞാൻ ചെയ്താൽ അത് പെർഫെക്റ്റ് ആവുമോ എന്നുള്ള ഒരു തോട്ട്, ആ തോട്ട് ഇത് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോ ഓൺ ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് ചിലപ്പോൾ പെർഫെക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ട് നിങ്ങളത് ആ ഒരു കാര്യം ചെയ്യാതെ പുറകോട്ട് വലിക്കാനുള്ള ചാൻസ്. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആകുമോ. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എന്താണ്, കൈ മൂവ് ചെയ്യുന്നില്ലേ, നമുക്ക് ആ ഒരു സമയത്ത് ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. പെർഫെക്റ്റ് ആകുമോ ഇല്ലേ, നമ്മളത് കാര്യം ചെയ്യുക. പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു വലിയ കാര്യമാണ് പെർഫെക്ഷനിസം. അതായത് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തെറ്റ് പാടില്ല, അത് പെർഫെക്റ്റ് ആയിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇത് ഞാൻ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ശേഷമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അവർ നീട്ടി വെച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ടൈം ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാലും ഒന്ന് വെറുതെ ചെയ്തു നോക്കാൻ പാടില്ല പല കാര്യങ്ങളും. ഒരിക്കലും പെർഫെക്ഷനിസം നമ്മളെ പല കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് മുന്നോട്ട് നീട്ടി വെച്ച് ചെയ്യാതാക്കി പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും പെർഫെക്ഷനിസത്തിലല്ല വേണ്ടത്. നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഫിംഗർ പ്രിന്റ് എത്ര ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരാളുടെ പോലത്തെ ഫിംഗർ പ്രിന്റ് വേറെ ആർക്കുമില്ല. നമ്മൾ യുണീക്ക് ആകുമ്പോൾ നമ്മുടെ കഴിവുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. പക്ക പെർഫെക്റ്റ് ആയിട്ട് ഒരു സംഭവവും മേക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്തുണ്ടാക്കിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടാകും. പക്ഷെ നമ്മൾ ചിലപ്പോ പല പ്രതിമകളെ കാണാറുണ്ട്. ആ പ്രതിമകളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ അത് വാങ്ങുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയ ആൾക്കറിയായിരിക്കും അതിൽ അയാൾക്ക് വന്ന മിസ്റ്റേക്ക് എന്താന്ന്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല.
ഒന്നും നമ്മൾ പെർഫെക്റ്റ് അല്ല. ഈ ലോകത്തുള്ള ഒരു കാര്യങ്ങളും പെർഫെക്റ്റ് അല്ല. അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരും. ചെയ്യുക. സക്സസ് ഓർ ഫെയിലിയർ എന്താണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നമുക്ക് സക്സസിലേക്ക് എത്തുക. അപ്പോ പെർഫെക്ഷനിസത്തിൽ ഊന്നി നിൽക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ ലിമിറ്റിംഗ് ബിലീഫ്സ്. ചെറുപ്പം മുതലേ നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. എനിക്ക് കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി പോയിട്ടുണ്ടാവും. എനിക്കത് ചെയ്യാൻ കഴിവില്ല. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഇതുപോലെ കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ, പ്രദീപ് സാറിന്റെ ഒരു അനുഭവം പറഞ്ഞതുപോലെ, ആ ഫ്രണ്ടും സ്കൂളിൽ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നു. അതിന് കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോ കോളേജ് ഇലക്ഷനിൽ വിജയിച്ചു. കോളേജ് ഇലക്ഷനിൽ വിജയിച്ച് പ്രസംഗിക്കേണ്ട അവസരം വന്നു. ലൈഫിൽ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല. പ്രസംഗിക്കാൻ കയറി നിന്ന് ആള് സ്പോർട്സ് താരം കൂടിയാണ്. സ്പോർട്സ് താരം പ്രസംഗിക്കാൻ കയറി നിന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ സ്പോർട്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നൊക്കെയാണ് ആള് പറയാൻ വന്നത്. പറഞ്ഞപ്പോ എന്തൊക്കെയോ മൊത്തത്തില് താളം തെറ്റി. പറഞ്ഞത് ഫസ്റ്റ് ടൈം ആയാണ് ബബ്ബയായി. ഫ്രണ്ട്സ് എല്ലാവരും കൂവി കളിയാക്കി വിട്ടു. പിന്നീട് ആളുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല, അതായത് എനിക്കൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ല, അതൊരു ടാലന്റ് ആണ്, അതെനിക്കില്ല. അത് ആള് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു മത്സരത്തിന് നിന്നു, വിജയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗിക്കേണ്ടി വരും, ഇങ്ങനെയൊന്നും ആള് ചിന്തിച്ചിട്ടല്ലായിരുന്നു ഈ സമയങ്ങളൊന്നും നിന്നത്. യാതൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണ് വന്നത്. ആ പ്രിപ്പറേഷൻ കുറവാണ് ആൾക്ക് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഒരു ബിലീഫ് കയറിപ്പോയി. ഇപ്പൊ ഉന്നത സ്ഥാനങ്ങളിലൊക്കെയാണ് ആൾ ഇരിക്കുന്നത്. അപ്പോ പലപ്പോഴും പ്രസംഗിക്കേണ്ടി വരുന്നുണ്ട്. ആ പ്രസംഗിക്കേണ്ടി വരുന്ന ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഈ ഉന്നത സ്ഥാനങ്ങൾ നേടാൻ ആള് കുറെ നാള് വിമുഖത കാണിച്ചിരുന്നു. അതായത് പേടിയാണ്. ഞാൻ ആ ഒരു സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ പല പൊതു കാര്യങ്ങളിൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ സംസാരിക്കേണ്ടി വരും സ്റ്റേജിൽ കയറി. അത് വിചാരിച്ചിട്ട് പല കാര്യങ്ങളിൽ ഇറങ്ങാതിരുന്നു. പക്ഷെ ആള് നല്ല കഴിവുള്ള ആളാണ്, ടാലന്റഡ് ആയതുകൊണ്ട് അവസാനം ഒരു സ്ഥാനത്തിൽ എത്തിപ്പെട്ടു. എന്റെ ഫ്രണ്ട് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോ പ്രസംഗിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. ഫസ്റ്റ് പ്രാവശ്യമൊക്കെ മറ്റുള്ളവരെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് എന്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ഷെയർ ചെയ്തു. എനിക്ക് അന്ന് കുഞ്ഞുനാളിൽ ഈ ഒരു പ്രശ്നം, എന്നാളല്ല കോളേജ് ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സങ്കടം പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആ ഒരു സമയത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഹീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ പ്രിപ്പയർ ആക്കി വിട്ട് ആളവിടെ പോയി പ്രസംഗിച്ചു. ഫസ്റ്റ് ടൈം പ്രസംഗിച്ചപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഈ ഒരു ഇത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട്. പക്ഷെ അതിനു മുമ്പ് വീട്ടിൽ നിന്ന് കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് ചെയ്യിപ്പിച്ച് ഓക്കെ എന്നുള്ള ഒരു മൈൻഡിൽ തന്നെ ഒരു കോൺഫിഡൻസ് ആയ ശേഷമായിരുന്നു ആള് പോയി ഫസ്റ്റ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കയ്യടി കിട്ടി. ആ ഒരു കയ്യടി, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കയ്യടി കിട്ടിയപ്പോ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ ഇപ്പോ ഇമ്പ്രൂവ് ആയിട്ട് ആള് വന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ബിലീഫ് കയറി പോയിട്ടുണ്ടെങ്കിൽ, അതായത് ആൾക്ക് പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളായിരുന്നു, പക്ഷെ ആ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു കഴിവില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു പുറകോട്ട് വലിച്ചിരുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു വിശ്വാസം അതാണ് പുറകോട്ട് വലിച്ചത്. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നമുക്ക് കഴിയില്ല എന്നുള്ള തോന്നലുകൾ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കയറിപ്പോയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്യണം. നമ്മൾ 1-2 പ്രാവശ്യം അത് ട്രൈ ചെയ്യും, അത് ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, നമ്മൾ കേട്ടിരിക്കുന്ന നിനക്ക് കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ആ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ ഒരുപാട് പുറകോട്ട് വലിക്കുന്നുണ്ട്. അപ്പോ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. അതായത്
ബോധിധർമ്മൻ ടെക്നിക്ക് എന്നാണ് ആ ടെക്നിക്കിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ബോധിധർമ്മനം പരിചയം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സൂര്യയുടെ ഒരു 7-ാം അറിവ് ആ ഒരു ഫിലിമിൽ ബോധിധർമ്മനെ കുറിച്ച് പറയുന്നുണ്ട്. ബോധിധർമ്മൻ മറ്റാരും അല്ല, നമ്മുടെ ഒരു തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശിയായ ഒരു പല്ലവ രാജകുമാരനായിരുന്നു. അദ്ദേഹം പിന്നീട് ബുദ്ധമതം സ്വീകരിച്ച് സന്യാസിയായി മാറുകയാണ് ചെയ്തത്. അപ്പോ നമ്മുടെ ചൈനയിലെ ഓം രാജകുമാരന് രാജകുമാരനല്ല, രാജാവിന് ചെറുപ്പം മുതലേ രാജകുമാരനായിരിക്കുന്ന സമയം മുതലേ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ചിന്തകള് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോ പിന്നീട് വലുതായപ്പോ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് കൂടി വന്നു. രാജാവായി കഴിഞ്ഞപ്പോ ആൾക്ക് വെറുതെ ഇരിക്കുമ്പോ ഒരു തോന്നലാണ് എല്ലാം ഉണ്ട്. രാജാവായി മാറി. അത് കഴിഞ്ഞപ്പോ എന്താണ്, രാജഭരണമുണ്ട്, സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു തോന്നല്, അന്യ ദേശത്ത് നിന്ന് ആരെങ്കിലും വന്ന് എന്റെ രാജ്യം പിടിച്ചടക്കും, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ മരിച്ചു പോകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവ് തോട്ട്സ് വരുന്നു. പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ആ സമയത്താണ് ചൈനയിൽ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ആളുകളെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ വന്നത് നമ്മുടെ ബോധിധർമ്മനായിരുന്നു. ബോധിധർമ്മം വന്നപ്പോ രാജാവ് വിചാരിച്ചു, ഏതായാലും എന്റെ ഈ പ്രശ്നം പറയാൻ പറ്റിയ ആളാണ് എന്നുള്ള ഒരു തോന്നല് വന്ന് രാജാവ് ബോധിധർമ്മനോട് തന്റെ പ്രശ്നം പറയുകയാണ്. എനിക്ക് വല്ലാത്ത പേടിയാണ്, എന്റെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ്, ഇതെങ്ങനെ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നു. അപ്പൊ ബോധിധർമ്മ ഇങ്ങനെ അത് കേട്ടപ്പോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ എന്നുള്ള രീതിയിൽ സന്യാസി പറയാണ്. എന്താണ് ഇത്രയും സിമ്പിൾ ആണോ എന്ന് രാജാവ് ചിന്തിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ മനസ്സിനല്ലേ പ്രശ്നം, ആ മനസ്സിനെയും കൂടെ കൊണ്ടുപോരെ, നമുക്കതൊക്കെ ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും രാജാവ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചേ, മനസ്സിനാണല്ലോ പ്രശ്നം, അപ്പൊ മനസ്സ് കൂടെ കൊണ്ടുപോകണം. എന്തായി പറയുന്നത്, ഞാൻ രാജകൊട്ടാരത്തിൽ മനസ്സ് വെച്ചിട്ടല്ലല്ലോ വന്നത്, പിന്നെ എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് പോവാൻ ഇറങ്ങിയപ്പോ ഒരു കാര്യം കൂടി ബോധിധർമ്മൻ ഈ രാജാവിന്റെ അടുത്ത് പറഞ്ഞു, ഇത് മാറണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ 4 മണിക്ക് ആരെയും കൂട്ടാതെ, അതായത് കൂടെയുള്ള രാജാവിന്റെ പരിചാരകരുടെ ആരെയും കൂട്ടാതെ തനിച്ച്, ആ മലമുകളിലാണ് ഞാൻ താമസിക്കുന്നത്, അങ്ങോട്ട് വരിക. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് മാറ്റിത്തരാം. രാത്രി രാജാവ് വീട്ടിൽ അന്ന് രാത്രി തിരിച്ച് രാജകൊട്ടാരത്തിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നപ്പോ ഞാൻ ആലോചിക്കും, ഈ വന്നിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ശരിക്കുമുള്ള ബോധിധർമ്മൻ തന്നെയാണോ, ഇത് വല്ല ശത്രുവാണോ? ഇനി ഞാൻ രാവിലെ 4 മണിക്ക് ആരും ഇല്ലാണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൊല്ലാനുള്ള പ്ലാൻ വല്ലതും ആണോ? ആകെ നെഗറ്റീവ് തോട്ട്സ്. എന്നാലും രാജാവ് തീരുമാനിച്ചു, ഞാൻ ഏതായാലും 4 മണിക്ക് പോകുമെന്നുള്ള തീരുമാനത്തിലെത്തി. രാവിലെ 4 മണിക്ക് ആരെയും കൂട്ടാതെ ബോധിധർമ്മന്റെ ആശ്രമത്തിലെത്തി. ആശ്രമമല്ല, ഒരു ചെറിയ കുടില് പോലെ ഉണ്ടാക്കി അവിടെ താമസിക്കുന്നത്. അപ്പോ വന്നപ്പോ പറഞ്ഞു, ഇരിക്കും, ഇന്നും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രമുള്ള ആ മനസ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് ശരിയാക്കാൻ വേണ്ടി? ഈ പ്രാവശ്യം രാജാവ് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ മനസ്സ് അവരടുത്തും വെച്ചിട്ടല്ല വരുന്നത്, ഞാൻ എവിടെ പോകുന്നു അവിടെ എന്റെ കൂടെ മനസ്സുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഈ മനസ്സ് പ്രത്യേകം എടുത്തോണ്ട് വരേണ്ടത് എന്നുള്ള ഒരു ദേഷ്യ ഭാവത്തോടെ സ്വരത്തോടെ ബോധിധർമ്മന്റെ അടുത്ത് ചോദിച്ചു. ബോധിധർമ്മൻ പറഞ്ഞു, ആഹാ, മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ? രാജാവിന്റെ കൂടെ തന്നെ മനസ്സും ഉണ്ടോ? ഞാൻ കരുതി മനസ്സ് കൂടെ ഇല്ല എന്നാണ് കരുതിയത്. മനസ്സ് കൂടെ ഉണ്ടായിട്ടാണോ ഈ മനസ്സിന്റെ പ്രശ്നങ്ങള്? എന്നാ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനസ്സ് കൂടെ ഉണ്ട്, രാജാവിന്റെ ശരീരത്തിൽ തന്നെയാണ് മനസ്സെന്നുള്ള കാര്യം രാജാവിന് ഉറപ്പല്ലേ? രാജാവ് അതെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇനി ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അത് എവിടെന്നാ വരുന്നേന്നൊന്ന് പറ, എന്നാ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ രാജാവ് ആദ്യം മനസ്സ് എവിടെയാന്ന് ചോദിച്ചു. ഇനിയിപ്പൊ ഞാൻ ആ നെഗറ്റീവ് തോട്ട്സ് എവിടെന്നാ വരുന്നേന്ന് കണ്ടുപിടിക്കണം, എന്റെ മനസ്സിൽ. അപ്പൊ ആ രാജാവിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇവിടെ ഇരുന്ന് അതിന് ഉത്തരം കണ്ടെടുത്തിട്ട് വരൂന്ന് പറഞ്ഞു. അപ്പോ
രാജാവ് അവിടെ ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ നോക്കി എന്റെ മനസ്സ് എവിടെയാണ്, എവിടെ നിന്നാണ് ഈ ചിന്തകളൊക്കെ വരുന്നത്, ഇങ്ങനെ അതിലാണ് കോൺസെൻട്രേഷൻ. എവിടെ നിന്നാണ് ഈ ചിന്ത വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ചിന്തകളും പോയി. അപ്പൊ രാജാവിന് മനസ്സിലായി മനസ്സെന്ന് പറയുന്ന ഒന്നില്ല എന്ന്. അപ്പോ രാജാവ് ബോധിധർമ്മന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മനസ്സെന്ന് പറയുന്ന ഒന്നില്ല, മനസ്സൊരു പ്രവൃത്തിയാണ്. ബോധിധർമ്മൻ തിരിച്ചു പറഞ്ഞു, ആ ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ പോരെ. അപ്പോഴാണ് രാജാവിന് കാര്യം മനസ്സിലായത്. ഞാൻ ഈ ഒരു കാര്യം അന്വേഷിച്ച് ഉള്ളിലേക്ക് പോയപ്പോൾ എന്റെ എല്ലാ നെഗറ്റീവ് തോട്ട്സും പോയി. അപ്പോ നമ്മളെ തന്നെ, നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുമ്പോൾ അത് ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് അത് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ തന്നെ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ആ തോട്ട് ഇല്ലാതാവുകയും നമുക്ക് സക്സസ് ആവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോ ബോധിധർമ്മൻ പറഞ്ഞ ഈ നല്ലൊരു മെത്തേഡ്, നമുക്ക് സെൽഫ് ടോക്ക്, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് കുറയ്ക്കാൻ നമ്മളെ തന്നെ, നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അതുപോലെ പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്, ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇത് വരും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇതേക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോ ഇതുപോലുള്ള നമ്മുടെ ചിന്തകൾ, ഒരുപാടുള്ള ഓവറായിട്ടുള്ള ഈ ചിന്തകൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക. ആ ഓവർ തിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന്റെ പ്ലസ് പോയിന്റ്, നെഗറ്റീവ്സ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, അതിനെ ഒരു തീരുമാനത്തിലെത്തുക. അല്ലാതെ ആ ഒരു തോട്ടിന് ഒരുപാട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കുമ്പോൾ, ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ അങ്ങ് പെട്ടപ്പായി പോവുകയും നമുക്ക് ഒരു വ്യക്തമായ ആൻസർ കിട്ടാതെ അത് വളരെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്യും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോ ആ ബാലൻ ഒരുപാട് ഓവർ തിങ്കിങ് കാരണം പഠിച്ച കാലത്ത് ഇതുപോലെ പഠിക്കണം, ഏത് പഠിക്കണം എന്നുള്ള ഒരുപാട് ചിന്തകൾക്ക് അവസാനം ആള് ചിന്തിച്ചു, ഞാൻ എഞ്ചിനീയറിംഗിന് പോണോ അതോ മെഡിസിന് പോണോ, എനിക്ക് സയൻസ് ആണോ കൊമേഴ്സ് ആണോ, ഇതിൽ ഏതാണ് ഇത് ആപ്റ്റ് ആയിട്ടുള്ളത്. ആൾ ഒരുപാട് ചിന്തിച്ച് അവസാനം ഒരു കോഴ്സൊക്കെ സെറ്റ് ചെയ്തു. അതിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതും കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു അതിൽ വന്നത്. അവിടെയും പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ വിജയിച്ചു പോരാൻ കഴിഞ്ഞില്ല, എന്നാലും എങ്ങനെയൊക്കെ വിജയിച്ചു. അത് കഴിഞ്ഞ ഒരു ജോലിയുടെ കാര്യം വന്നപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഓവർ തിങ്കിങ് ആണ്. ഏത് ജോലിക്ക് പോകണം, എങ്ങനെ പോകണം, അപ്പൊ എന്റെ പഠനം വളരെ കുറവുള്ളൂ, ഇത് വെച്ച് എനിക്ക് ഏത് നല്ല ജോലിയാ കിട്ടുന്നത്, ഈ ഒരു ജോലിക്ക് പോയാൽ എനിക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളാണ്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോ വിവാഹത്തിലും ഭാര്യയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഭാര്യ ഓരോന്ന് കാര്യം പറയുമ്പോൾ ആൾക്ക് ഡൗട്ടാണ്, പറയുന്നത് വേറെ എന്തെങ്കിലും അർത്ഥം മനസ്സിൽ വെച്ചിട്ടാണ്. അങ്ങനെ പല കാര്യങ്ങളും ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ആള് ബിഗ് സീറോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരിക്കൽ സുഹൃത്തിന്റെ അടുത്ത് ഈ യുവാവ് സങ്കടം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുപാട് ചിന്തിച്ച് കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തിച്ച ശേഷമാണ് ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത്, പക്ഷെ അവിടെ എനിക്ക് വിജയിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഒരു ജോലി കണ്ടെത്തി, അപ്പോഴും ഞാൻ ഒരുപാട് ചിന്തിച്ചു, എന്നിട്ട് എനിക്ക് അവിടെ അത്രയൊന്നും സക്സസ് ആവാൻ പറ്റിയില്ല. ഞാനൊരു സുന്ദരിയായ ഭാര്യയെ, ഒരു യുവതിയെ വിവാഹം കഴിച്ചു, പക്ഷെ അവിടെയും ഞാൻ ഒരുപാടൊക്കെ ചിന്തിച്ചും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നുണ്ടെങ്കിലും എനിക്ക് ഒരിടത്തും അങ്ങ് സക്സസ് ആവാൻ പറ്റുന്നില്ല എന്ന്. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നത് ഗുരുക്കന്മാരാണല്ലോ. ഈ
സുഹൃത്ത് പറഞ്ഞു, നീ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരോട് നിന്റെ പ്രശ്നങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കും. അപ്പോ ഈ യുവാവ് മനസ്സിലൊരു ഗുരുവിന്റെ മുഖം തെളിഞ്ഞു വരികയും ഈ പ്രശ്നങ്ങൾ ഗുരുവുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോ ഗുരു പറഞ്ഞു കൊടുത്തത് ഇത്ര മാത്രമാണ്: നീ നിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. നിനക്ക് 1 മണിക്കൂർ അത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 1 മണിക്കൂർ പിടിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുമോ? കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, എന്നാലും 1 മണിക്കൂർ ഞാൻ ഈ ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കാം. അത് 2 മണിക്കൂർ ആക്കിയാലോ? എനിക്ക് വേദനിച്ചു തുടങ്ങും. അപ്പോ ഗുരു ചോദിച്ചു, ഒരു 24 മണിക്കൂർ ആയാലോ? എന്റെ കൈകൾ വേദനിക്കും. ഇതുപോലെയാണ് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുമ്പോൾ നമുക്കതിന് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് കാര്യങ്ങൾ കയറി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു ചെറിയ കാര്യം പോലും ചെല്ലാൻ ഇടമില്ലാതാവും. ഒരുപാട് സ്റ്റോർ ചെയ്ത് നിറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊബൈൽ ആവട്ടെ, ഫോൺ ആവട്ടെ, അതിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഇതുപോലെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയാൽ നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ ഈ ഒരു വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കും പോലെ ഒരു കാര്യത്തെക്കുറിച്ച് മണിക്കൂറോളം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ അത് നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുകയും പലപ്പോഴും അതൊരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അതിൽ ഏതാണ് പോസിറ്റീവ് എന്ന് വെച്ചാൽ അതെടുക്കുക, അല്ലാതെ ഓവറായിട്ട് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുകയല്ല വേണ്ടത് എന്ന് ഗുരു പറഞ്ഞു കൊടുത്തു. അപ്പോ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ ദിവസങ്ങളോളം, അതായത് 24 മണിക്കൂർ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയല്ല വേണ്ടത്. ഈ വെള്ളം നമ്മൾ 24 മണിക്കൂർ പിടിച്ചു കഴിഞ്ഞപ്പോൾ കൈ വളരെ വേദനിച്ചതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ 24 മണിക്കൂറും അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് പകരം അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സും ആലോചിച്ച ശേഷം അതിനെ ലീവ് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ, അതിനെ വിട്ട് കളയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ തലയുടെ ഭാരം കുറയുകയും നമുക്ക് വ്യക്തമായ ഈ ഒരു ഇഷ്യൂസിന് നമ്മൾ തലയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ തലയുടെ വേദന കൂടിയേ വരൂ. അതിനങ്ങ് വിട്ട് കളയുമ്പോൾ നമ്മുടെ ആ വേദന കുറയുകയും നമുക്ക് വ്യക്തമായ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ഈ ഓവർ തിങ്കിങ് പലപ്പോഴും പല കാര്യങ്ങളെയും നമ്മളെ എന്ത് ചെയ്യും, പിറകോട്ട് വലിക്കും. ഓവർ തിങ്കിങ് വേണ്ട, അത് നമ്മുടെ തലയുടെ ഭാരം കൂട്ടുകയുള്ളൂ. ഭാരം കുറയാൻ അതിന്റെ പോസിറ്റീവ്നെസ് എന്താണ്, നെഗറ്റീവ്നെസ് എന്താണെന്ന് എഴുതുക. അതിൽ ഏതാണോ കൂടുതൽ ഒരു കാര്യം, ആ കാര്യം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ എഴുതുക, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. ഇതിൽ ഏതാണോ കൂടുതൽ അത് നമ്മൾ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു വിഷയത്തെ വിടുക. അല്ലാതെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. അതേക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോ ഈ ഓവർ തിങ്കിങ് നമ്മളെ പുറകോട്ട് വലിക്കാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. അപ്പോ അതായത് മെന്റൽ ബ്ലോക്സിന്റെ പല പല കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ഇവിടെ പറഞ്ഞത്. അതായത് നമ്മൾ തുടങ്ങിയത് ട്രോമയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ആ ട്രോമ നമ്മളെ പുറകോട്ട് വലിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ സക്സസ്, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ, മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ്, നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത ശേഷം അത് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിനെ എങ്ങനെ അതിൽ നിന്നും നമുക്ക് പുറത്ത് കടന്ന് മുന്നോട്ട് ചലിക്കാൻ സാധിക്കും, മുന്നോട്ട് മുന്നേറാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് സക്സസ് ആയിട്ട് വരാൻ സാധിക്കും. ഈ മെന്റൽ ബ്ലോക്ക് നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നമായി മാറാതിരിക്കട്ടെ. എല്ലാവർക്കും മെന്റൽ ബ്ലോക്ക് ഉണ്ടാകാം, പക്ഷെ അതിന് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് സക്സസിലേക്ക് മുന്നേറേണ്ടതാണ്. അപ്പോ ഇനിയൊരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും മെന്റൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് ഓർമ്മിക്കുന്നു. മെന്റൽ ബ്ലോക്കിൽ നിന്നും റിക്കവർ ചെയ്ത് എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം.
അപ്പൊ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. ഞാൻ പ്രദീപ് സാറിനോടും പറയുന്നത്, സാറ് വീണ്ടും തുടങ്ങുക സാറിന്റെ ചിത്രരചന. ആ ചിത്രരചന സാറിന് ചിലപ്പോ ഒരുപാട് മാനസികമായി ഉല്ലാസം ഉണ്ടാക്കി തരുന്നതായിരിക്കും. ലൈഫിൽ ഇനിയും പുതിയ ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ അത് കാരണമാകും. അപ്പോൾ എല്ലാവർക്കും അവരുടെ മെന്റൽ ബ്ലോക്കിനെ തടഞ്ഞ് മുന്നോട്ട് കുതിക്കാൻ സാധിക്കും. അതിനെല്ലാവർക്കും ഒരു സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷബാസ് മാം. വളരെയധികം ഇൻഫർമേഷൻ നിറഞ്ഞ ഒരു ക്ലാസ് ആയിരുന്നു. ഇൻഫർമേഷൻ നിറഞ്ഞെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യം വേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നമാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സ്, നെഗറ്റീവ് സെൽഫ് ടോക്ക്. അതൊക്കെ എന്താണെന്ന് നമുക്കൊരു തിരിച്ചറിവ് മാത്രമല്ല, അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു മാർഗം കൂടിയാണ് ഷബാസ് മാം നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫ്ലോറിലുള്ള ഒരുപാട് പേര് ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും പേരൻസും ആണ്. അപ്പൊ നമ്മുടെ ഒരു പ്രവൃത്തിയും കൊണ്ട്, ഇപ്പം പ്രദീപ് സാറിന്റെ ഒരു അനുഭവം തന്നെ കണ്ടില്ലേ, ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒരു ബാഡ് ഒരു പ്രവൃത്തി സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നല്ല കാര്യമാണ് അപ്രത്യക്ഷമായി പോയത്. അപ്പൊ നമുക്കൊക്കെ വളരെ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റൊരാൾക്ക് ഒരു മെന്റൽ ബ്ലോക്ക് ആകാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഞാൻ ഇനിയും തൊട്ട് ശ്രമിക്കും. ഞാൻ അങ്ങനെ ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഈ ക്ലാസ് അതൊന്നും കൂടി അടിവരെ ഇട്ട് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാമിനോട് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. ഫ്ലോറ് ഡിസ്കഷന് വേണ്ടി ഓപ്പൺ ആക്കുകയാണ്. അപ്പോ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് മാമിന്റെ അടുത്ത് സംസാരിക്കാം കേട്ടോ. ഓക്കെ. ഷബാസ് മാഡം ഏതായാലും അടിപൊളി, സൂപ്പർ ആയിരിക്കുന്നു. അപ്പൊ ആ ഭിക്ഷക്കാരന് ചിരിച്ചോണ്ട് പോകുന്നത് മാഡായിരുന്നു അല്ലേ? ഓക്കെ, നല്ല അടിപൊളി ഉദാഹരണങ്ങളിലൂടെ, കഥകളിലൂടെ വളരെ ഭംഗിയായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും സൂപ്പർ ആയിരുന്നു. സൂപ്പർ സൂപ്പർ. മറ്റുള്ളവർക്ക് അവസരം ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഒരു യാത്രയിലൊക്കെ പോയി ഫുൾ ടൈം അതിലുണ്ടായിരുന്നു. താങ്ക് യു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാട്ടോ. പ്ലീസ് ഷെയർ യുവർ ഒപ്പീനിയൻസ്, കമന്റ്സ്. സങ്കടം തോന്നിയിട്ട് ആരും തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു. സോറി, ഞാൻ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു മാം, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ. പക്ഷേ മാം പറഞ്ഞിട്ട് ആരും റിപ്ലൈ ചെയ്യാത്തോണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളോട് എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നി. ഞാൻ വൺ വേ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തിരിച്ചാരും പ്രതികരിക്കുന്നില്ല. ഞങ്ങളൊരു ടീച്ചറുടെ ക്ലാസ് ആയതുകൊണ്ട് അനുസരണയോടെ കേട്ടിരിക്കുകയായിരുന്നു. അതെ അതെ, നല്ല ക്ലാസ് ആയിരുന്നു ഷബാസ്. പ്രദീപ് നല്ല സാറിനെ ഉദാഹരണം അതന്നെ കിട്ടിയല്ലോ ഏൽപ്പിക്കുന്നു. നമുക്ക്. അതെ, പ്രദീപ് സാറിന്റെ ഉദാഹരണം ആപ്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഞങ്ങളുടെ ക്ലാസ് ലീഡർ ആയിരുന്നു പ്രദീപ് സാറ്. ലീഡർ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും മാമിനോട് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? സാറേ, ഞാൻ മുസ്തഫ, മലപ്പുറത്ത് നിന്നാണ്. എനിക്കുള്ളൊരു ദുശ്ശീലം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പിന്നെ ചെയ്യാം എന്നുള്ളത് നീട്ടി വെക്കണം. ഈ സ്വഭാവം ഒന്ന് മാറി കിട്ടാനുണ്ടാവും. ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങിയാൽ തന്നെ ആ സ്വഭാവം മാറിയില്ലേ? ശരി. നമ്മള് പിന്നത്തേക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ പല മെയിൻ ആയിട്ട് നമ്മൾ പല റീസൺസ് ഉണ്ട് പ്രൊക്രാസ്റ്റിനേഷന്റെ കാര്യം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതിലുണ്ടായിരുന്നത് പെർഫെക്ഷനിസം, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, അല്ലെങ്കിൽ ഫിയർ ഓഫ് സക്സസ്. ചിലത് വെറും ലേസിനെസ് ആയിരിക്കാം. ഇതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതായത് നമുക്ക് പെർഫെക്ഷനിസം ആയിട്ടാണോ, അല്ലെങ്കിൽ ഫെയിലിയറിനോടുള്ള പേടിയോ, അല്ലെങ്കിൽ സക്സസിനോടുള്ള പേടിയോ ഒക്കെ ആണെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ അതിനെ പ്രൊക്രാസ്റ്റിനേഷനെ ഡീൽ ചെയ്യേണ്ടത്. പിന്നെ ലേസിനെസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്
നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാക്കി ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള ടൈം ഷെഡ്യൂൾ ചെയ്ത് അതനുസരിച്ച് ചെയ്തു പോകും. അപ്പോൾ അതിന്റെ പ്രൊക്രാസ്റ്റിനേഷന്റെ റീസൺ ആണ് എന്തുകൊണ്ടാണ്, ആദ്യം നമ്മൾ അതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ നീട്ടി വെക്കുന്നത്? ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഓവർലോഡ്, വർക്ക് ലോഡ് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓവർവെൽംഡ് ആയി കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നീട്ടിവെക്കും. അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ളപ്പോൾ നമ്മൾ നീട്ടിവെക്കാറുണ്ട്. അപ്പൊ എന്താണ് റീസൺ? അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. കോർ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തിട്ട് അതാണ് നമ്മൾ ബിസിനസ് ആണെങ്കിൽ അവർ ചെയ്യേണ്ടത് കറക്റ്റ് ഒരു ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത് പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അത് നമ്മളെ ഒരു മെന്റർ കറക്റ്റ് ആയിട്ട് നമ്മളെ ആദ്യത്തെ ഒരു 21 days ഒക്കെ ഒരു മെന്ററിന്റെ അണ്ടറിൽ നമ്മൾ കാര്യങ്ങൾ പോവുക. അപ്പൊ ആ മെന്ററിന് ഒരാള് നമ്മളെ നോക്കാനുള്ളപ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അതായത് നമ്മൾക്ക് ചെറുപ്പത്തിലെ ടീച്ചേഴ്സ് തല്ലിപ്പിടിപ്പിക്കുന്ന പറയില്ലേ, അതുപോലെ ഒരു മെന്ററിന്റെ കീഴിൽ കറക്റ്റ് ആയിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്ത് ആ രീതിയിൽ ചെയ്യുക. ഞാനത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യുക. ആ രീതിയിൽ പോകുമ്പോൾ ബിസിനസ് ആണെങ്കിൽ 21 days നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യും. അങ്ങനെ പയ്യെ നമുക്ക് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ടൊന്നും നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ വ്യക്തമായ രീതി. അതായത് എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കുക. ആ റീസണിനെ അനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. പെർഫെക്ഷനിസ്റ്റിലാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഈ ഒരു കാര്യത്തിന് ഒരു ചേഞ്ചസ് വരുത്തണം. ഫിയർ ഓഫ് ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ കുറച്ച് പ്രാവശ്യം ഫെയിലിയർ അനുഭവിച്ച് ആ ഒരു പേടി, അതായത് തോൽവിയോട് പേടിയുള്ള ആള് 2 or 3 പ്രാവശ്യം ഒന്ന് തോറ്റ് അതിന്റെ ആ ഒരു രുചി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിൽ പറയുന്നത് ഇപ്പൊ കോക്രോച്ച് പേടിയുള്ള ആളാണെങ്കിൽ ആദ്യം കോക്രോച്ചിന്റെ പടം കാണിക്കുന്നു, പിന്നെ അതിന്റെ വീഡിയോ കാണിക്കുന്നു, അത് കഴിഞ്ഞ് അകലേന്ന് കാണിക്കുന്നു, പിന്നെ അടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ അത് ചെയ്താണ് ഒരു ബിഹേവിയർ മാറ്റുന്നത്. അതുപോലെ ബിഹേവിയറൽ ചേഞ്ച് വരുത്തേണ്ട രീതിയിൽ വരുത്തി നമുക്ക് മാറ്റാൻ സാധിക്കും. ആദ്യം നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യേണ്ട റീസൺ എന്താണെന്നാണ്. ചെറിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്റെ അറിവിന്റെ രീതിയിൽ ഞാൻ സാറിന് ആൻസർ പറഞ്ഞത്. താങ്ക് യു സർ. ഈ ഫ്ലോറിലുള്ള ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെൽപ്പ് വേണമെങ്കിൽ മാമിനെ ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ്. മാം വെൽ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ കൂടെ 21 days മിറാക്കിൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോ ആർക്കെങ്കിലും അങ്ങനത്തെ ഹെൽപ്പ് വേണമെങ്കിൽ ഷബാസ് മാമിനെ സമീപിക്കാവുന്നതാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, അപ്പോ ഇപ്പൊ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്തോ സാറിന്റെ വീട് എവിടെയാണ്? ഷബാസ് മാം എറണാകുളം. ഓക്കെ സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനോ മാമിനോട് ചോദിക്കാനോ വല്ലതും ഉണ്ടോ? അപ്പൊ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ നമ്മൾ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അവസാനത്തെ വോട്ട് ഓഫ് താങ്ക്സിന് നമ്മുടെ കൊച്ചി ചാപ്റ്ററിന്റെ സ്പ്ലിൻഡ് റാണിയായിട്ടുള്ള ലിജി എബ്രഹാം മാമിനെ ഞാൻ ഹാദരം ഫ്ലോറിലേക്ക് ക്ഷണിക്കുകയാണ്. ലിജി മാം പ്ലീസ്. താങ്ക് യു പ്രീണു മാം. ഗുഡ് ഈവനിങ് ഓൾ. എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു. നല്ല ലളിതമായി കുറെ അധികം കഥകൾ, ടീച്ചേഴ്സിന് ഒരു സ്പെഷ്യൽ എന്താ പറയാ, ടീച്ചേഴ്സിന്റെ ഒരു കഴിവ് തന്നെയാണ് അല്ലെ ഈ കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതിങ്ങനെ കേട്ട് നമ്മളിങ്ങനെ അതിലങ്ങനെ ലയിച്ചു പോവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമായിരുന്നു ഞാനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചിലതൊക്കെ എനിക്കിങ്ങനെ കേൾക്കാതെ വന്നു. അപ്പൊ ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കും, ഇച്ചിരി ഇങ്ങോട്ട് മാറിയിരിക്കും. കണക്ഷന്റെ പ്രശ്നമായിരിക്കണം ചിലപ്പോ. പിന്നെ എനിക്ക് എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം എടുത്ത ക്ലാസ്. അതായത് നമ്മൾക്ക് എന്താണോ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബാരിയർ, അതിനെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ തീർത്തും എടുത്തു കളയുക. അത് മാം പറഞ്ഞു തന്ന പോലെ തന്നെ പിന്നെ നമ്മൾ പെർഫെക്ഷൻ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഒന്നും തുടങ്ങാൻ പറ്റാത്തത്. അപ്പോ പെർഫെക്ഷൻ നോക്കാതെ നമ്മൾ എന്താണോ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ അത് ചെറുതായിട്ടെങ്കിലും ചെയ്തു തുടങ്ങുക
എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വളരെ സിമ്പിളായിട്ട് ഒത്തിരിയധികം കഥകളിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നു മാം. വളരെ സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മളുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ കൂടി വന്ന എല്ലാവർക്കും. പ്രസാദ് സാർക്ക് വന്നോ എന്ന് എനിക്ക് അറിയില്ല. വന്നിട്ടില്ല അല്ലേ പ്രീണു മാം? പ്രസാദ് സാർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ അഷ്റഫ് സാറിന് പ്രത്യേകം നന്ദി. നമ്മളുടെ നിഷ മാം ഇവിടെ ഉണ്ട്. പ്രോഗ്രാം സാറ് ഇന്ന് എടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ്. അതൊക്കെ തീരാണെങ്കിൽ കയറുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, തീർന്നിട്ടില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ നമ്മളുടെ നിഷ മാം ഞാൻ ആദ്യം കണ്ടിരുന്നു. മാമിന് പ്രത്യേക ഒരു നന്ദി. അതുപോലെ തന്നെ നമ്മളുടെ കൊച്ചി ചാപ്റ്റർ അല്ലാതെ കുറെ അധികം ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും, ഈ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും കൊച്ചി ചാപ്റ്ററിന്റെ വകയും അതുപോലെ എൻ്റെ പേഴ്സണലി നന്ദി ഞാൻ പറയുകയാണ്. അഷ്റഫ് സാറിന് നന്ദി. നമ്മളുടെ STP വളരെ ഭംഗിയായിട്ട് ഒരെണ്ണം കഴിയുമ്പോ അടുത്തതെന്ന് പറയുന്ന ഒരു അടുത്ത തയ്യാറായി കഴിഞ്ഞു അഷ്റഫ് സാർ. അങ്ങനെയാണ് നമ്മൾ STP അങ്ങനെ വളരെ ഊർജ്ജസ്വലരായിട്ട് ആണ് നമ്മൾ ഓരോ പരിപാടികളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളുടെ കൊച്ചി ചാപ്റ്ററിന്റെ അടിപൊളി ആക്റ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ചെയർമാൻ, എപ്പോഴും ഇങ്ങനെ ചിരിക്കണ മുഖമായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന നമ്മളുടെ ചെയർമാൻ ജോസ് സാറിനും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിഷ മാമിനെ ഞാനിപ്പോ കണ്ടു. നിഷ മാം, താങ്ക് യു സോ ഞാൻ ഇവിടെ മച്ച്. തന്നെ ഉണ്ടായിരുന്നു മാം. അത് ഇടയ്ക്ക് ഫോൺ വരുന്നോണ്ടാണ് ഇവനെ ക്യാമറ ഓഫ് ചെയ്തത്. സ്ക്രീൻ ഞാൻ ഒന്നാമത് മൊബൈലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടായിരിക്കും സ്ക്രീനിൽ എല്ലാരെയും കാണാത്തത്. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മാം ചോദിക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ചില എല്ലാരും പറയട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എന്തായാലും നല്ലൊരു പരിപാടി. നിഷ മാമിനെ പ്രത്യേക ഒരു നന്ദി അറിയിക്കുന്നു. കാരണം ഇതിങ്ങനെ തുടരെ ഓരോ പരിപാടികളിൽ കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഓരോ ക്ലാസ്സിൽ കൂടി നമ്മൾക്ക് കിട്ടും. അത് നമ്മൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ വളരാനും വളർത്താനും നമ്മൾക്കത് വളരെ സഹായകമാവുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ ജോസ് സാറേ, അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യേണ്ട സമയമായല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നാളെ മറ്റന്നാളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തില്, ആ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് 1-2 കോള് വന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും അതിന്റെ ഇടയിൽ വിളിച്ചു, രണ്ടുപേരും. അതാണ് പിന്നെ ഇടയ്ക്ക് ക്യാമറ ഓഫ് ആയിക്കൊണ്ട്. ഷബാസ് മാമിന് നല്ലൊരു ക്ലാസ് ഇവിടെ കൊടുത്തു. താങ്ക് യു എല്ലാവർക്കും. ലിജി മാം ഒക്കെ പറഞ്ഞോളാം, നമ്മളെ എല്ലാവരും കൂടെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. വളരാനും വളർത്താനും ആനന്ദിക്കാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മുഖാമുഖം. കൊച്ചി ചാപ്റ്റർ നല്ലൊരു STP ഡയറക്ടറെയാണ് നമുക്ക് തന്ന. നല്ലൊരു ലീഡർഷിപ്പിലെ ഡയറക്ടർ കൂടിയുണ്ട് STPയുടെ നമ്മൾ അഷ്റഫ് സാറൊക്കെ മുൻകൈ എടുത്തിട്ടൊക്കെ പല പ്രോഗ്രാമും വിജയിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് കൊച്ചി ചാപ്റ്ററിന്. അപ്പൊ എല്ലാവിധ ആശംസകള് ഇനിയും നേരുന്നു. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാല്ലേ ജോസ് സാറേ? ഷബാസ് മാം, താങ്ക് യു ഓൾ. മാം, റീനു മാം ഭയങ്കര നല്ല അടിപൊളിയായി. റീനു മാം, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആർക്കൊന്നും സംസാരിക്കാനൊന്നും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.